ഒ.ജെ. ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകും. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് ജനീഷ്. ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായും ദേശീയ നേതൃത്വം നിശ്ചയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കിയും കെ എം അഭിജിത്തും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിമാരാകും. നിയമനങ്ങളിൽ എ.ഐ ഗ്രൂപ്പുകൾക്ക് അതൃപ്തിയുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മാസം 1 കഴിഞ്ഞ ശേഷമാണ് പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത്. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ ഒ.ജെ. ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകും. തൃശൂർ മാള സ്വദേശിയായ ജനീഷ് KSU നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ അധ്യക്ഷൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നിലവിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ബിനു ചുള്ളിയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പദമടക്കം ബിനു വഹിച്ചിട്ടുണ്ട്. ഇന്ന് സംഘടനയിലെ ഒരു വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പാർട്ടി നേതൃത്വത്തോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. വന്ന ആളുകളും മോശമോ അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് യോഗ്യതയെന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം ഉയർന്നു കേട്ടിരുന്ന അബിൻ വർക്കി, കെ എം അഭിജിത്ത് എന്നിവർ ദേശീയ സെക്രട്ടറിമാരാകും. KC വേണുഗോപാലാണ് നിയമനം നടത്തിയുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. നിലവിലെ കമ്മിറ്റിയിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടിയ വൈസ് പ്രസിഡന്റാണ് അബിൻ വർക്കി. മുൻ KSU സംസ്ഥാന അധ്യക്ഷനാണ് കെ എം അഭിജിത്ത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്ന പേരുകളെല്ലാം ഉൾപ്പെടുത്തി പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കാനായതിനാൽ കാര്യമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിശ്വാസം. എന്നാൽ അബിനും അഭിജിത്തിനും സാമാന്യ നീതി നിഷേധിച്ചു എന്ന വാദമുയർത്തുന്ന ഒരു വിഭാഗം പ്രവർത്തകരുമുണ്ട്. യൂത്ത് കോൺഗ്രസിൽ എന്താണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുക എന്നതാണ് കണ്ടറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.